ഇന്ന് ഞാൻ പണി കൊടുക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഫേമസ് സിനി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആര്യ ശ്രീറാമിനെയാണ്. അയ്യോ, പണി വാങ്ങാൻ റെഡിയാണല്ലോ. ഇവിടെ നിന്നുകൊണ്ട് ഇത് നല്ലോണം ശ്രദ്ധിച്ച് 10, 9, 8, 7, 6 ഇതില് 10 കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ തരും. 9 കൊള്ളിക്കുകയാണെങ്കിൽ 9 വിട്ട് പുറത്തേക്ക് പോയാൽ പിന്നെ ഞാൻ എന്താ തരുന്നത് എനിക്ക് പോലും അറിയില്ല. അതെവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, പച്ചമുളകുണ്ട്, ഉണ്ണിയപ്പുണ്ട്, ഉണക്കമുളകുണ്ട്, ക്യാരറ്റ്, കേക്ക്, പിന്നെന്തായിരുന്നു കോവയ്ക്ക, ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്, പിന്നെ അതെ വെള്ളം, പഴം, ക്യൂക്കുംബർ, വേപ്പിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതും അതിന്റെ കൂടെ അയ്യോ പറയാൻ പറ്റുമോ, വേപ്പില ഓർമ്മിച്ചത് നന്നായില്ലെങ്കിൽ ഞാൻ തരാൻ മറന്നു പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ പണി വാങ്ങാനായിട്ട്? നോക്കാം. അതെ, പണി വാങ്ങാതെ കളിക്കുക. അമ്മ എനിക്ക് അറിയാലോ, കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ കണ്ടായിരുന്നു. നോക്കാം, തുടക്കം തന്നെ കാത്ത് രക്ഷിക്കണേ. വേപ്പിലയും കൊണ്ട് പോവായിരിക്കും. സകല ദൈവങ്ങളെ മനസ്സ് ധ്യാനിച്ച് പണി വാങ്ങാണ്ട് ഫസ്റ്റ് തന്നെ പതി തന്നെ കൊള്ളാൻ ഞാൻ പ്രാർത്ഥിക്കാം. ആദ്യം തന്നെ ഒരിടത്തും കൊള്ളാണ്ട് താഴെ പോയി. അപ്പൊ ആദ്യം തന്നെ പണിയായിരുന്നു വാങ്ങിയെന്ന് വേണം പറയാനായിട്ട്. ഇപ്പൊ വേണമെങ്കിൽ ഇത് പോയിന്റിൽ കൊള്ളാണ്ട് താഴെ പോയതിന് എനിക്ക് വേണമെങ്കിൽ വല്ല പച്ചമുളകോ വേപ്പിലോ അതൊക്കെ കൊടുക്കാം. പക്ഷെ തുടക്കം തന്നെ ഞാൻ അങ്ങോട്ട് മടുപ്പിക്കാത്തതുകൊണ്ട് ഉണ്ണിയപ്പം കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. എന്താ? താങ്ക് യു. കഴിച്ചോ ഉറപ്പായിട്ട് തരും, കഴിച്ചോ. പിന്നീട് വേണമെന്ന് പറഞ്ഞേ അത് വിടില്ല. അടുത്ത അമ്പ ചെയ്യാൻ സമയമായി. എവിടെയെങ്കിലും കൊള്ളിക്കിട്ടോ, നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ കഴിക്കണ്ടേ. ഇനി തളരുമ്പോ പാവല്ലെന്ന് തോന്നുമ്പോ നിർത്താം. 10ന്റെയും 9ന്റെയും നടുക്ക്. ഇതൊക്കെ എന്ത്? പക്ഷെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു 10 കൊണ്ടു കഴിഞ്ഞാൽ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും തരും, അത് ഉറപ്പാ. പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ കൊടുക്കും. ഓക്കെ, എന്തായാലും കഴിച്ചല്ലേ പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ക്യാരറ്റ് ഇട്ടോ, കാരണം പണി വാങ്ങാൻ കിടക്കാന്ന് എനിക്കറിയാം. ആദ്യം തന്നെ കൊടുത്ത് ഞാൻ പഠിപ്പിക്കുന്നില്ല. ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഇതൊക്കെ വാഷ് ചെയ്താണ്. നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് കഴിച്ചോ. ഇത് അവസാനം വരെ പറയണം കേട്ടോ. ഇനിയെങ്കിലും ദയവ് ചെയ്ത് അവസരം കൊടുക്കണം. നമ്മുടെ പച്ചമുളകും വേപ്പിലൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് കളിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അയ്യോ, വേപ്പില കഴിച്ചേ പറ്റുള്ളൂ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ്. വളരെ നന്നായി. ആകെ ടയേർഡായി. 11 മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ? വേപ്പില കൊടുക്കുമ്പോഴും അല്ല മുളകാണ് കൊടുക്കുന്നതെങ്കിലും ഫുള്ളായിട്ട് കഴിച്ചേ പറ്റുള്ളൂ. അതിന് ഞാൻ എന്തായാലും കോംപ്രമൈസ് ചെയ്യില്ല. അപ്പൊ തിരിഞ്ഞൊന്നും കൂടെ നോക്കാൻ പാടില്ല. അതിനകത്ത് അടിക്കാൻ ഉപയോഗിക്കാം. തിരിഞ്ഞൊന്നും അല്ല, അതിനകത്ത് ഇഷ്ടപ്പെടാത്ത 1-2 ഐറ്റംസ് ഉണ്ടല്ലോ. അതിൽ ഏത് വേണമെങ്കിലും ആവും. ഒന്ന് ഗസ് ചെയ്ത് നോക്കാം എന്തായിരിക്കും തരാൻ പോകുന്നത്. ശരി, എന്തായാലും കഴിക്കും. കഴിച്ചേ പറ്റൂ. എന്നാ ചവച്ചരച്ച് അങ്ങോട്ട് കഴിച്ചോ. നല്ലോണം ചവച്ചരക്കണം. ഈ സാധനം ആരും കഴിക്കും. ഞാൻ നല്ല ഔഷധ സസ്യമാണ് കൊടുത്തേക്കുന്നത്. ചവച്ചരച്ച് കഴിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചവച്ചരക്കൽ എല്ലാത്തിലും കാണാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ച് വെള്ളം തരുമോ? ഇല്ല സോറി, വെള്ളം ഒന്നും കൂടിയാണ് ഞാൻ കളിക്കേണ്ടത്. പിന്നെ അപ്പൊ ഇനി ടാസ്ക് വരുമ്പോഴത്തേക്ക് ഒരു 2-3 ഇല വെച്ച് കൊടുക്കാട്ടോ. ഒരു ഇല കൊടുത്ത് കുറഞ്ഞു പോയോ. ഔഷധ സസ്യമുള്ളതല്ലേ പണി വാങ്ങിക്കാൻ പ്ലീസ്. സമയം ആയിക്കോട്ടെ. അവിടെ വട്ടം വരച്ച് വെച്ചിരുന്നോ? വേപ്പില ഒന്നുകൂടി തരട്ടെ. വേണ്ട, വേപ്പില തന്ന സ്ഥിതിക്ക് ഇനി ഉടനെ വേപ്പിലൊന്നും ഞാൻ തരാൻ പോകുന്നു. തിരിഞ്ഞു കൂടെ നോക്കാൻ പാടില്ല. ഓക്കെ, ശരി. വെള്ളം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പക്ഷെ ഇപ്പൊ വെള്ളം ഞാൻ തരുന്നില്ല. അയ്യോ, എന്താണാവോ മനസ്സിൽ എന്താണോ വേണ്ടുന്നത് അതും കൂടി ധ്യാനിച്ചു. പക്ഷെ സാധനം ഞാൻ പറയട്ടെ, മുളകല്ലേ? മുളക് തന്നെയാണ്. 2 മുളക് ഉണ്ടായിരുന്നു. ഞാൻ ഉണക്കമുളക് എടുത്തു. കഴിച്ചോ. ഒരിക്കൽ സമയം കിട്ടാത്തത് കൊണ്ട് അതേപോലെ പാക്കറ്റ് പൊട്ടിച്ചു കൊടുത്തിരിക്കും കേട്ടോ. താങ്ക് യു. കഴിച്ചോ. ഇത് മുഴുവൻ കഴിക്കണം. കുറച്ച് കഴിച്ചാ പോരെ? ഇല്ല, മുഴുവൻ കഴിക്കണം. അപ്പൊ ഞാൻ മുളക് കഴിക്കാൻ പോവാണേ. അതെ, ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള കുട്ടിയാന്ന് തോന്നുന്നു. ഫുൾ അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. യാതൊരു മടിയില്ല. ഇത് കഴിയുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ആരെങ്കിലും പുറകെ കൊണ്ട് വെക്കണം. നാക്കുകൊണ്ട് കുറച്ച് നേരം ഇടാൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ, ഫേസിലൊന്നും അത് വരുന്നതില്ല കേട്ടോ. നല്ലോണം അങ്ങോട്ട് അരയട്ടെ. ഉപ്പ് കൂടുതലാണ് കേട്ടോ. അതാണല്ലോ ഉപ്പ്. കറുത്തമുളക് കഴിച്ചോ. ഈ ചെറിയ ഉപ്പിനൊക്കെ ഇങ്ങനെ തുടങ്ങിയാലോ അല്ലേ? അടുത്ത പണി വാങ്ങിച്ച വേഗം ഇതൊക്കെ എല്ലാം തരണ്ടേ. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അയ്യോ, എരിയാൻ തുടങ്ങിയല്ലേ? കൃത്യമായിട്ട് 10ന് പുറത്ത് എവിടെയെങ്കിലും കൊള്ളിച്ചാൽ ഞാൻ വെള്ളം തരാം. പറയുന്നത് കൃത്യമായിട്ട് കേട്ടോണം കേട്ടോ. അവസാനം ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയണ്ട.
നടുക്ക് തന്നെ കൊള്ളിച്ചിരിക്കുകയാണ്. വീണ്ടും പണി. ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ എന്റെ മനഃപൂർവ്വം എനിക്ക് പണി തന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റ വലിക്ക് കുടിക്കണം, വെള്ളം കൊടുക്കണം. ഇതാണോ വെള്ളം? ഇത്രേ ഉള്ളൂ. ഇത്ര വെള്ളം തന്നെ ധാരാളം. കേട്ടല്ലോ, ഇതാണോ വെള്ളം എന്ന്. ഇത് കുടിച്ചോ? എന്ത് കഷ്ടം. ഞാൻ വെള്ളം എന്ന് പറയുമ്പോ എനിക്ക് ഒരു അരക്കുപ്പി. കേട്ടല്ലോ, ഇത് കുടിച്ചോ. ഇത് കുടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ വലിക്ക് കുടിക്കണം, നിർത്താൻ പാടില്ല, തുപ്പാൻ പാടില്ല. കുടിച്ചോ. ടാസ്ക് ആണ്. വീണ്ടും അടുത്ത പണി തരും. ഇതെന്ത് സംഭവം? പച്ചവെള്ളം. ഇല്ല, ഇത് വേറെ എന്തോ സാധനമാണ്. എന്തായാലും വിഷം ഒന്നും തന്നിട്ടില്ല, നല്ല സാധനങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഫുള്ള് കുടിക്കണം, നിർത്താൻ പാടില്ല. നിർത്താൻ പാടില്ല. നിർത്താൻ പാടില്ല. ഇത് വീണ്ടും ഇതിന്റെ അളവ് കൂടും. അളവ് കൂടും. ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിക്കുക. അയ്യോ, അതെ. ആ വേറെ വരുന്നല്ലേ? വേണം 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 വേണം, ഉറപ്പായിട്ടും വേണം. കുടിച്ചോ കുടിച്ചോ. ആ ആ കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത പണി. ഇനി ഉപ്പോളം വേണ്ടേ? ആയിക്കോട്ടെ, പിഞ്ചു കുഞ്ഞാണല്ലേ. അമ്പ് ചെയ്തോ. ആയിക്കോട്ടെ, എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയാണ്. സാരമില്ല. ഇത് ഞാൻ അവിടെ പോയിട്ട് പോകുന്നില്ല. എന്നെ എന്ത് തന്നാലും ഞാൻ കഴിക്കും. സ്പിരിറ്റൊക്കെ പോയി. പറഞ്ഞ വാക്ക് അതേപോലെ പാലിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. 10 തന്നെ കൊള്ളിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ എപ്പോഴേ സ്വീറ്റ് ഒക്കെ കിട്ടുമായിരുന്നു. 6 കൊണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ചോക്ലേറ്റ് കൊടുക്കാം. ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ തന്നിട്ട് ചോക്ലേറ്റ് തരുമോ? ഇല്ല, വെള്ളം ഒക്കെ ഗെയിം കഴിഞ്ഞിട്ട്. കേട്ടോ, കഴിച്ചോ. ഇതെന്റെ മനസാക്ഷി പുറത്ത് മാത്രം കൊടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് എടുത്തോ. ദുഷ്ടല്ലേ? ദുഷ്ട. അതെ, ഫുള്ള് ചവച്ചങ്ങോട്ട് തിന്നോണം. ഫുള്ള് തിന്നേക്കണം, കളയാൻ പാടില്ല. ഫുള്ള് കഴിച്ചോ. യാതൊരു വ്യത്യാസം തോന്നുന്നില്ല. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. ആദ്യം മുളക് കൊടുത്തു, പിന്നെ ഉപ്പോളം കൊടുത്തു, നാക്കൊക്കെ നച്ച കൊച്ചയായിട്ടിരിക്കുകയാണ്. അത് കാരണം ടേസ്റ്റ് അറിയുന്നില്ല. സാരമില്ല, നമുക്ക് ഇനി ടാസ്ക് വരും. അപ്പൊ നമുക്ക് പണി കൊടുക്കാം എന്തായാലും. ഇതാ ഇനിയും സാധനങ്ങളുണ്ട്, അതിനും കൂടെ അവസരം കൊടുക്കണേ പ്ലീസ്. തീർച്ചയായും 10 കൊള്ളണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. കൊണ്ടു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നിന്ന് ഇത് മുഴുവൻ തിന്നേണ്ടി വരും കേട്ടോ. സ്ഥാനം വേണമെങ്കിൽ ഒന്ന് മാറ്റി നോക്കിക്കോട്ടോ, നിൽക്കുന്ന സ്ഥലം. ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? 9ന്റെയും 10ന്റെയും നടുക്ക്. അത് കണ്ടോ, റെഡ് സോണിൽ തന്നെ നിൽക്കുന്നു കേട്ടോ. കറക്റ്റ് റെഡിന്റെ സെന്ററിൽ തന്നെ കൊണ്ടുപോയി അടിച്ചിട്ടുണ്ട്. എരിവുള്ള ഒന്നും വേണ്ട കേട്ടോ. വേണ്ട അല്ലേ? ഇനിയും അഭ്യർത്ഥന ഞാൻ മാനിച്ചിട്ട് എരിവില്ലാത്ത വീണ്ടും നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു സാധനം, ഞാൻ ആരോഗ്യത്തിന് നല്ല ഇല്ല. എങ്കിൽ പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പോളം തന്നിരുന്നെങ്കിലോ. കഴിച്ചോ, ധൈര്യമായിട്ട് കഴിച്ചു. എന്തോ വിശ്വസിക്കാം. അത് ഫുള്ളും കഴിച്ചോട്ടോ. ബാക്കി വെച്ചിട്ട് പിന്നെ അടുത്ത് തരുമ്പോഴേ ഇത് മുഴുവൻ കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചേ പറ്റൂ. കഴിച്ചു. ആ ക്ഷീണം അങ്ങോട്ട് മാറട്ടെ. നേരത്തെ ഭയങ്കര പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു സെറ്റ് ചെയ്യുന്നതിന് മുന്നേ. ഞാൻ വിചാരിച്ചോ ഞാൻ പ്ലിങ്ങുന്നു, പക്ഷേ ആ ചോക്ലേറ്റിന്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ പ്ലിങ്ങിയിട്ടുള്ളൂ. നല്ല കാച്ചു. ദിശ തെറ്റിയെങ്കിൽ എവിടെയെങ്കിലും കൊള്ളട്ടെ. വേഗം അടിച്ചോ. നമ്മള് ചെറുതെ ചുമ്മാ കളിച്ചോണ്ടിരിക്കുന്നു. കമ്പൊക്കെ ചുറ്റിട്ട് ഇതുപോലെ ചെയ്യുന്ന പരിപാടിയായിട്ടുള്ള ടാസ്ക് അല്ലേ. 6 നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? കുറച്ചുകൂടി നീക്കിയിരുന്നെങ്കിൽ പുറത്തേക്ക് പോയേനെ. നമുക്കൊന്ന് സ്വീറ്റ് വെള്ളം അല്ലെങ്കിൽ ആ ഉണ്ണിയപ്പം തന്നെ തന്നാലും മതി. ഉണ്ണിയപ്പവും ഇല്ല, വെള്ളവും ഇല്ല, വേറൊരു സാധനം തരാം. അത് തരും. നോക്കട്ടെ. നോക്കട്ടെ, ഉള്ളത് തിന്നാനുള്ള സാധനം. ഇങ്ങനെ നോക്കട്ടെ. ഇതുണ്ടോ, ഇതിലുള്ള സാധനം വേറെ കിട്ടും. ഇത്ര വേണ്ട, പകുതി കഴിക്കാം. പകുതി കഴിച്ചാൽ മതി. ടിഷ്യൂ ഇത് കഴിഞ്ഞിട്ട് തന്നേക്കാം. ടിഷ്യൂ ഇല്ല, ഒന്നുമില്ല. ടിഷ്യൂ പോലും കൊടുക്കുന്നില്ല. എന്റെ ഡ്രസ്സ് തുടയ്ക്കും. വെള്ളം തരുന്നില്ല പിന്നെയല്ലേ ടിഷ്യൂ. മുളക് കഴിച്ചിട്ട് വെള്ളം കൊടുക്കുന്നില്ല, പിന്നെയാണ് ടിഷ്യൂ തരുന്നില്ല എന്ന് ചോദിച്ചത്. വെള്ളം കിട്ടണമെങ്കിൽ സ്വയം വിചാരിക്കണം. കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് സെന്ററിൽ കൊള്ളിക്കുക. അല്ലെങ്കിൽ അവസാനം എനിക്ക് എന്നെ മനസാക്ഷി തോന്നിയിട്ട് ഞാൻ തന്നെ വെള്ളം എനിക്ക് റെഡ് മഞ്ഞയിൽ കൊള്ളണില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. കൊള്ളിക്കണം, അതാണ് ടാസ്ക്. പറ്റണില്ലല്ലോ. വെള്ളത്തെ മനസ്സ് വിചാരിച്ച് ധൈര്യമായിട്ടും കൂടെ അടിച്ചോ. വീണ്ടും 7ന്റെയും 6ന്റെയും നടുക്ക്. ഇതിന് ഞാൻ എന്താ തരിക? ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തീർന്നു. ഗെയിം മതിയൊക്കെ. പരീക്ഷിക്കാത്ത സാധനങ്ങളും കൊടുക്കണോ? എല്ലാം വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ബോറടിച്ചു. കഴിക്കാൻ വയ്യ.
മനസാക്ഷിയുടെ പുറത്ത് ഞാൻ ശരിക്കും ആറിന് മെയിനോടെ വരുന്ന സമയത്ത് മുളകോ അല്ലെങ്കിൽ പറയുന്നോട്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കേണ്ടതാണ്. ഞാൻ എന്റെ മനസാക്ഷിക്ക് പുറത്ത് പിന്നെ കുക്കുമ്പർ വേണ്ടേ? ഇത് പല ജാതി സാധനങ്ങളാണ്. ഇതൊക്കെ ഒരു പച്ചക്കറി തന്നെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കറി കട കഴിച്ചോ? നമുക്കിത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിക്കാം കേട്ടോ. അടുത്ത മതി ധാരാളം കണ്ടോ. നല്ല സാധനം കൊടുക്കുമ്പോ മതി. 10 കൊള്ളിച്ചോ? ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. അതിലെങ്കിലും വെള്ളം കുടിച്ചിട്ട് ഗെയിം നിർത്തുവോ? എനിക്ക് അറിഞ്ഞൂടാ. ബ്ലൂവില് കൊണ്ട് ഗെയിം തീർന്ന് എല്ലാരും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ 10 കൊള്ളിക്കൂല എന്ന് വന്നേക്കാട്ടോ. എപ്പൊ 10 കൊള്ളിക്കുന്നോ അപ്പൊ വെള്ളം, അപ്പൊ ഗെയിമും തരും. അതുവരെ ഈ വെയിലത്ത് നിന്ന് ഇവിടെ ഇങ്ങനെ അമ്പ് ചെയ്തോണ്ടിരിക്കട്ടെ. ഇതൊക്കെ നേരത്തെ തരണ്ടേ? നല്ലൊരു സ്പിരിറ്റ് വരുള്ളൂ. ഇത് നേരത്തെ തന്നിരുന്നുണ്ടെങ്കിൽ ബാക്കി ഇപ്പൊ ഉപ്പുവെള്ളവും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം ഒന്നിച്ച് കഴിക്കേണ്ടി വന്നാണ്. ഇത് നിങ്ങൾ ഒരിക്കൽ തന്നെ സാധനം പിന്നെ കൊടുക്കുന്നല്ല. എന്നെ നാറ്റിക്കരുത് കേട്ടോ. ഇല്ല ആരും ഒന്നും അറിയുന്നില്ല കേട്ടോ. ഈ കാണിക്കുന്നൊന്നും ആരും ഒന്നും അറിയുന്നില്ല. അത് ഫുള്ളും കഴിക്കണ്ടല്ലോ. അത് പകുതി കഴിച്ചാൽ പോരെ. സെലക്റ്റീവ് ആയിട്ട് സാധനങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് ഫുള്ള് കഴിക്കണം. പച്ചമുളകും സാധനങ്ങളൊന്നും വേണ്ട. പക്ഷെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആദ്യം തന്നെ പച്ചമുളക് കൊടുത്താൽ മതിയായിരുന്നു, ഉണക്കമുളക് കൊടുക്കണ്ടായിരുന്നു. ഇത് എന്റെ അടുത്ത് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഗോവിന്ദ ഗുരുക്കൾ അവിടെ വീട്ടില് ഞങ്ങളുടെ നാട്ടില് വെറുതെ ഇരിക്കായിരുന്നേ. അമ്പ് ചെയ്യാൻ പഠിച്ചിട്ട് വരിക. അതുകൊണ്ടാണ് നേരത്തെ പറയാത്തത്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. സോറി. കറക്റ്റ് 8ന്റെ 7ന്റെ അല്ല 8 തന്നെയാണ് നിൽക്കുന്നത്. കുറച്ച് 7 നിൽക്കുന്നത്. അപ്പൊ എന്തായാലും തോൽവി സമ്മതിച്ചോ? അതെ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. അതെ, രാജിക്കത്ത് സമർപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് വെള്ളം കൊടുത്ത് വൈൻഡപ്പ് ചെയ്യാം. അവസാനം അങ്ങനെ വെള്ളം കിട്ടിയിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. ഞാൻ വേപ്പില കഴിച്ചു, മുളക് കഴിച്ചു, ഉപ്പുവെള്ളം കുടിച്ചു. ഇത് ഇത്രയും ഒരു ഇല്ലാത്ത സാധനങ്ങളാണ്. പിന്നെ ക്യാരറ്റ്, കുക്കുംബർ, ചോക്ലേറ്റ്സ് ഒക്കെ കുഴപ്പമില്ല, ഒരുവിധ സിങ്ക് ആവും. പക്ഷെ ഈ 3 സാധനങ്ങളും മൊത്തത്തിലൊരു കൊളാബറേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം വേണം. അല്ലാണ്ട് എരിഞ്ഞിട്ടോ ടേസ്റ്റ് പോയിട്ടോ ഒന്നും അല്ല കേട്ടോ കുട്ടിക്ക് വെള്ളം വേണ്ടത്. നെക്സ്റ്റ് ഗെയിമിങ്ങില് അമ്പും ബില്ലുമായിട്ട് പഠിച്ചു വരണം. പഠിച്ച് നല്ല അടിപൊളിയായിട്ട് അമ്പ് ചെയ്യാൻ വരും. അന്ന് നമ്മൾ ചാക്കിച്ചാട്ടം ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ചാക്കിച്ചാട്ടം കൂടി പഠിച്ചിട്ട് വരണം. ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഡെഫിനറ്റ്ലി. അതെ, അപ്പൊ ബൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.